നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവിയിലാണ്. നമ്മൾ ഇത്ര മനോഹരമായ സ്ഥലമാണെന്നറിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വരണം ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീനിവാസ്, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ പിന്നെ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്, ഇന്ന് നമുക്ക് അവിടോട്ട് പോകാൻ തോന്നി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ആ പെരുന്തേനരുവി എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പെരുന്തേനരുവിയുടെ ദൃശ്യഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദൃശ്യഭംഗി കാണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റാർ വിഷൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് പെരുന്തേനരുവി എല്ലാ ദൃശ്യങ്ങളും കാണിക്കാം. ഓക്കെ, വരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ ഇതിൻ്റെ വഴി ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ റാന്നി ടൗണിൽ ഇറങ്ങുക. റാന്നി ടൗണിൽ നിന്ന് ഈ ഹൈവേ പിടിക്കുക. അതിന് ഹൈവേയിൽ നിന്ന് ഈ മന്ദമരുതി ജംഗ്ഷൻ അവിടുന്ന് റൈറ്റ് കയറിയിട്ട് നിങ്ങൾ വെച്ചുചിറ ടൗണിൽ ഇറങ്ങുക. അവിടുന്ന് കൂത്താട്ടുകുളം റൂട്ടാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററോളം ഉണ്ട് പെരുന്തേനരുവിക്ക്. റാന്നിയിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നേടി ഈ കാണുന്ന റൈറ്റ് കിടക്കുന്ന പാതയിലൂടെ വേണം നിങ്ങൾ ഈ പെരുന്തേനരുവിക്ക് പോകാനായിട്ട്, ഈ പള്ളിയുടെ സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ നേരെ കാണുന്ന റൂട്ടിൽ കൂടെ പോകരുത്, വഴി തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പെരുന്തേനരുവിയിലെ ദൃശ്യങ്ങൾ കാണാൻ ഈ കാണുന്ന കണ്ടില്ലേ, 2 സൈഡും മലയും കാടും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമല്ലേ അദ്ദേഹം, കണ്ടോ. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവിയിലാണ് കേട്ടോ. അതിമനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. നമ്മുടെ പെരുന്തേനരുവിയെക്കുറിച്ച് അറിയാം, എന്തെല്ലാം വിശേഷങ്ങളാണ് പെരുന്തേനരുവിയിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ വീഡിയോ ഒന്ന് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ കാണുന്നത് നമ്മൾ റോഡിൽ നിന്ന് എടുത്ത ദൃശ്യമാണ് കേട്ടോ. 2 സൈഡും മലയും കാടും അതുപോലെ പച്ചപ്പും, ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ കണ്ടില്ലേ. നമ്മൾ ആ പാർക്കിംഗ് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ കാണുന്ന ദൃശ്യമാണ് കേട്ടോ. പിറകിലോട്ട് നോക്കുന്ന സമയത്ത് വലിയൊരു പാറക്കെട്ടുകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂറ്റൻ മരങ്ങളും ചെറിയ കുറ്റിച്ചെടികളും പൂഴി മണലും ഒക്കെ ചേർന്ന ഒരു നല്ല ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ കാണുന്ന സമയത്ത് നല്ല വ്യൂ ആണ് കേട്ടോ. 2 സൈഡും കാടും അതുപോലെ തന്നെ ആ ജലാശയത്തിന്റെ കളർ തന്നെയാണല്ലേ, നല്ല നീല കളറ്. ഇതിൽ വെള്ളമില്ലെന്ന് വിചാരിക്കരുത്, കാരണം നല്ല ആഴമളക്കാൻ സാധിക്കാത്തൊരു ജലാശയമാണ് കേട്ടോ. ആരും ചെന്നിറങ്ങരുത്, അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. ഈ പാറക്കെട്ടുകൾ കണ്ടില്ലേ, ഈ പാറക്കെട്ടുകൾ നമ്മൾ ആ വാട്ടർ ടാങ്ക് കഴിഞ്ഞ് നമ്മൾ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കുഴികളും കിണറും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. 10,000-കണക്കിന് കുഴികളും ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ ഉറപ്പായിട്ടും വീഴും. കണ്ടോ, ഈ നമ്മൾ കാണാൻ വന്ന ആൾക്കാരാണ് നടക്കുന്നത്, ഫ്രീ ആയിട്ട് നടക്കുകയാണ്. കാരണം വെള്ളം കുറവാണ്, അതുകൊണ്ട് നടക്കാം. പിന്നെ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. ഈ വലിയ വലിയ കിണർ പോലുള്ള നല്ല ആഴമുള്ള കുഴികളുണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല നല്ല പൂഴി മണലും ചെറിയ ജലാശയവും നല്ല പച്ചപ്പ് നിറഞ്ഞ 2 സൈഡ് കാടും ഒക്കെ ഉള്ള സ്ഥലം കണ്ടില്ലേ. നമ്മൾ ഈ പാറക്കെട്ടുകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ കിണർ പോലുള്ള കുഴികൾ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത്, ഈ ശക്തമായ വെള്ളം നല്ല ഒഴുക്കുള്ള സമയത്ത് നമ്മൾ പാറക്കെട്ടുകളിൽ വന്ന് ശക്തമായിട്ട് ഇടിച്ച് പത പോലെ പൊങ്ങിയാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കുഴികൾ ഉണ്ടാവുന്നതെന്നാണ് അവർ പറയുന്നത്. കണ്ടില്ലേ കിണർ പോലുള്ള സ്ഥലം.
മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ഒരു വിശ്വാസമുണ്ട്. ചില സമയങ്ങളിൽ അരുവി മൂളും. ആ മൂളുന്ന സമയത്ത് ഇവിടെ ഒരു അപകടമുണ്ടാവും എന്നാണ് അവിടുത്തെ വിശ്വാസം. കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിട്ട് തിരിച്ച് പിന്നെ ആഹാരമൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ആയിട്ട് വരികയാണ്. അപ്പം നമുക്ക് സമയം കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോണത് കേട്ടോ. ഈ വാട്ടർ ടാങ്കിൻ്റെ മേളിൽ തന്നെ ഒരു പാലം പോലെ പണിതിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് വെള്ളമുള്ള സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരിക്കലും നല്ല ഒഴുക്കുള്ള സമയത്ത് സൈഡിൽ പോയി നിൽക്കരുത്. കാരണം ഈ ഒഴുക്ക് ശക്തമായി വരുന്ന സമയത്ത് നല്ല ആ ഒരു ഒഴുക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ വലിച്ച് നമ്മളെ ആ ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുപോകും ഈ വെള്ളം. അതാണ് ഈ പെരുന്തേനരുവിയിലെ ഒരു പ്രത്യേകത. കൂട്ടുകാരെ, ഞങ്ങൾ തിരിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം സ്വദേശികളെയും വിദേശികളൊക്കെ ആകർഷിക്കാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് പെരുന്തേനരുവി. കേരള ഗവൺമെൻറ്റിലെ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട്, ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ ഫുഡൊന്നുമില്ല, എല്ലാവരും ഫുഡുമായിട്ട് വരിക, സ്നാക്സ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റാർ വിഷൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. കണ്ടേ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്.